പടം വരയ്ക്കാറുണ്ടെന്ന് ബീച്ചേട്ടൻ പറഞ്ഞപ്പോൾ ബീച്ചേട്ടൻ വരച്ച കുറച്ച് പടങ്ങൾ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ബീച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നത്. അവിടെ ചെന്നപ്പം ബീച്ചേട്ടൻ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുക, അതൊരു ഓർഡറാണ് എന്ന് ബീച്ചേട്ടൻ പറഞ്ഞു. അപ്പം ബീച്ചേട്ടൻ്റെ ഈ പടങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു എന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ചിത്രങ്ങളെ കണ്ടില്ലേ, ശിവനും നന്ദി, അതുപോലെ തന്നെ ജീസസ്, ഇങ്ങനെ കുറേ പടങ്ങൾ ബീച്ചേട്ടൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്തുവേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥകളേക്ക് നോക്കി ഇതിനകത്ത് തന്നെ എത്ര കളർ കോമ്പിനേഷൻ ആണെന്ന് നോക്കി. അപ്പം ഇത്രയും മനോഹരമായിട്ട് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന ബീച്ചേട്ടൻ പടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. അതായത് ചിത്രരചന പഠിക്കാത്ത ഒരാളാണ് ഈ പടങ്ങളൊക്കെ വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെടത്തില്ലേ? അപ്പം അതാണ് ഈ ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബീച്ചേട്ടൻ പടം വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ ബീച്ചേട്ടനോട് ചോദിച്ചു, എങ്ങനെയാണ് ചേട്ടാ ഇതുപോലെ ഈ പടം വരയ്ക്കാനെന്ന് അറിയാം, ചേട്ടൻ എങ്ങനെ ഇത്ര ഈ കളർ കോമ്പിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അത് ഒരാഗ്രഹത്തിൻ്റെ പേരിലങ്ങ് വരച്ചു തുടങ്ങി. അങ്ങനെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയപ്പോൾ ഇപ്പം ഏകദേശം അതങ്ങ് ശരിയായി വരുവാണെന്നാണ് ബീച്ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഈ കളർ കോമ്പിനേഷനൊക്കെ ബീച്ചേട്ടൻ ചെയ്ത് ഓരോന്ന് മിക്സ് ചെയ്ത് നോക്കി അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ പഠിച്ച് സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടെത്തി അതിപ്പം ശരി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ആ കളറൊക്കെ കിട്ടാൻ, ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടാനൊക്കെ വലിയ പാടായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ കുറേ അങ്ങനെ ചെയ്ത് നോക്കി അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ടാണ് പിന്നെ ഇപ്പം കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് പറയുന്നത്. ചെയ്ത് ശീലമായപ്പോൾ എളുപ്പമായെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ബീച്ചേട്ടൻ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചപ്പം ബീച്ചേട്ടൻ പറഞ്ഞില്ല, നിങ്ങളെപ്പോലെ കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വഴിയൊക്കെ ഓർഡർ കിട്ടുന്നതിന് ആരെങ്കിലുമൊക്കെ ഓർഡർ തരുന്നുണ്ട്, അത് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളെന്നാണ് പറഞ്ഞ്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് കുറച്ച് പേരെ അറിയിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെന്നപ്പം ബീച്ചേട്ടൻ്റെ പടങ്ങൾ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. വീണ്ടും ഞാൻ അത് തന്നെ പറയുന്നത്. അപ്പോൾ നമുക്കാർക്കെങ്കിലും ഇതുപോലെ ചിത്രങ്ങൾ വേണമെങ്കിൽ ബീച്ചേട്ടൻ വരച്ച് തരും. അത് ഓർഡർ കൊടുത്ത് ചെയ്ത് തരാമെന്ന് ബീച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വീടുകളിൽ വെക്കാനോ ഓഫീസിൽ വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയാണെന്ന് ചെയ്തു തരും. ഇതുപോലെ ബീച്ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാനത് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം.